അന്ന് DTPC സെക്രട്ടറിയും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും ഞങ്ങൾ ജില്ലാ കളക്ടറുമൊക്കെയായി ചേർന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമൊക്കെയായി ചേർന്നാണ് ഇത് ലേലം വിളിച്ച് നമുക്ക് ആരൊക്കെങ്കിലും ഇതിന് നടത്തിപ്പ് കൊടുക്കാം എന്നുള്ളത് തീരുമാനമുണ്ടായി. എന്തായാലും അത് തീരുമാനമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ DTPC ഇത് ടെൻഡറൊക്കെ ചെയ്തു. ആദ്യം ഇത് എടുത്തത് വേറൊരാളായിരുന്നു. ആദ്യം നമ്മൾ ഒരു തവണ ടെൻഡർ ചെയ്ത് വേറൊരാള് ഇതിന്റെ ടെൻഡറൊക്കെ എടുത്താണ്. പക്ഷെ അത് പിന്നീട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് അതിന്റെ തുടർ നടപടികൾ ഉണ്ടായില്ല. നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയുടെ കുഴപ്പമല്ല, ഇതിന് മുമ്പ് ഇരുന്ന ആളുകളുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം കൊണ്ട് അതൊന്നും നടക്കാണ്ട് പോയി. എന്ന് വെച്ചാൽ അവരിതിന്റെ മേലെ അടയിരുന്ന് ഇത് നാളുകളോളം വൈകിപ്പിച്ച് ഞാൻ നിരവധി തവണ അത് മന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് വൈകി അവസാനം കരാറെടുത്തയാള് അയാളത് ഒഴിവായി പോവുകയാണ് ചെയ്തത്. പിന്നീടാണ് പുതിയ DTPC സെക്രട്ടറി വന്നതിന് ശേഷം ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം അക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമൊക്കെ എടുത്ത് ഇത് രണ്ടാമത് പഴയ ടെൻഡറെല്ലാം ക്യാൻസൽ ചെയ്ത് വീണ്ടും ടെൻഡർ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ലജിത ഇത് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും സന്തോഷം. നമുക്ക് ഇവിടെ ഒത്തിരി സാധ്യതകളുണ്ട്. ഇവിടെ നിരവധി ആളുകൾ വരുന്ന ഒരു പ്രദേശമാണ്. നമുക്കിത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നല്ല നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ ചെയ്യാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം, ഇവിടെ ഇത് പഞ്ചായത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ഒക്കെ തമ്മിലുള്ള സ്ഥലത്തിന്റെ ഉടമസ്ഥതയെ സംബന്ധിച്ചിട്ടുള്ള ഉടമലിയും കേസും ഒക്കെ ഉണ്ട്, കുറെ നാളുകളായിട്ട് കിടക്കുന്നതാണ്. അപ്പോ നമ്മൾ ഇറിഗേഷന്റെ ഒരു അനുമതി NOC നമുക്ക് ലഭിക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് 18 ലക്ഷം രൂപയുടെ ബാക്കി വർക്കുകൾ കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ കടന്നു വരുന്ന ഭാഗം, ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന ഭാഗമൊക്കെ നമ്മൾ ടൈലൊക്കെ ഇട്ട് നമുക്കിപ്പോൾ ഈ ആളുകള് അവിടെ വെള്ളക്കെട്ടൊക്കെയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ നന്നാക്കി എടുക്കാനും ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഉൾപ്പെടെ നമുക്ക് ഈ നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു സെൽഫി പോയിന്റ് ഒക്കെ ഉൾപ്പെടെയാണ് നമ്മളത് തുക അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എത്രയും വേഗം നമുക്ക് അതും യാഥാർത്ഥ്യമാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈഡുകളൊക്കെ കൂടി എന്തായാലും ഇവര് ഇത് കരാർ ഏറ്റെടുത്തിരിക്കുന്നവര് കുറച്ച് റൈഡുകളൊക്കെ കൂടി ഇവിടെ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അടുത്ത സെക്രട്ടറി പറഞ്ഞത്. അതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ പാർക്ക് കൂടുതൽ ലൈവാകും, കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ തുടക്കത്തിൽ ഈ ലൈറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് MLA ഫണ്ടിൽ നിന്ന് ഇതിനകത്ത് ഈ ലൈറ്റുകളും ഒക്കെ വെച്ച് നമുക്ക് രാത്രിയായാലും പകലായാലും ഒക്കെ ആളുകൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് ഇത് മാറ്റിയെടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു ഘട്ടം കൂടി നമുക്കിത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ലജിത ചേച്ചിക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ പാർക്ക് നല്ലൊരു വിജയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. ഇത് ഏറ്റവും ഉചിതമായ സമയത്താണ് ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. കാരണം നമ്മുടെ മലയാറ്റൂർ തീർത്ഥാടനം നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.